മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ യുദ്ധം മിസൈൽസിന്റേതല്ല, ഡിപ്ലോമസിയുടേതാണ്. ഒരേ ഗൾഫ് കുടുംബത്തിൽപ്പെട്ട രണ്ട് വലിയ രാജ്യങ്ങൾ ഇത് രണ്ട് വ്യത്യസ്ത വഴികളിലാണ്. സൗദി അറേബ്യ പറയുന്നു ഡിസ്കഷൻസ് മതി, യുദ്ധം വേണ്ട. UAE കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനെ ശക്തമായിട്ട് പ്രഷറിലാക്കണം. അമേരിക്കയും ഈ രണ്ട് സന്ദേശങ്ങൾക്കിടയിൽ നിൽക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച നടത്തിയ പ്രഖ്യാപനം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണം ഇറാനെതിരെ നടത്താൻ എല്ലാ പദ്ധതികളും തയ്യാറായിരുന്നു എന്ന് വെളിപ്പെടുത്തിയ ട്രംപ് അവസാന നിമിഷം ആ ഉത്തരവ് പിൻവലിച്ചു. കാരണം സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് സഖ്യകക്ഷികളുടെ അടിയന്തര അഭ്യർത്ഥന. യുദ്ധമല്ല, നയതന്ത്രപരമായ കരാറാണ് വേണ്ടത് എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവിടെയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിലെ വലിയൊരു നയതന്ത്ര നാടകം മറനീക്കി പുറത്തു വരുന്നത്. പുറമെ സമാധാനം പറയുമെങ്കിലും ഇറാന്റെ കാര്യത്തിൽ സൗദി അറേബ്യയും UAEയും രണ്ട് വ്യത്യസ്ത തന്ത്രങ്ങളാണ് പയറ്റുന്നത്. സൗദി അറേബ്യ എന്തുകൊണ്ടാണ് ഇറാനുമായിട്ട് ചർച്ചകളെ പിന്തുണയ്ക്കുന്നത്? എന്നാൽ UAE എന്തിനാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ സൈനിക ശക്തി ഉപയോഗിച്ച് ദുർബലപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നത്? ഈ ഒരു ഗൾഫ് സ്പ്ലിറ്റിന്റെ പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ് പരിശോധിക്കാം. ആദ്യമായി സൗദി അറേബ്യയുടെ നിലപാട് പരിശോധിക്കാം. ഇറാനുമായിട്ട് വർഷങ്ങളായി കടുത്ത ശത്രുതയിലായിരുന്ന സൗദി ഇപ്പോൾ എന്തുകൊണ്ടാണ് US ആക്രമണത്തെ എതിർക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്ന്, ഭൂമിശാസ്ത്രപരമായ ഭീഷണിയാണ്. സൗദി അറേബ്യയുടെ തൊട്ടടുത്താണ് ഇറാനും അവരെ പിന്തുണയ്ക്കുന്ന ഹൂതി വിമതരും നിലകൊള്ളുന്നത്. അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ പ്രത്യാക്രമണം നേരിടേണ്ടി വരുന്നത് സൗദിയുടെ എണ്ണ ശുദ്ധീകരണ ശാലകളും സാമ്പത്തിക കേന്ദ്രങ്ങളും ആയിരിക്കും. 2019 ആരാംകോ ആക്രമണം സൗദി മറന്നിട്ടില്ല. 2, വിഷൻ 2030. മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയായ വിഷൻ 2030 വഴി സൗദി ഒരു ആഗോള ടൂറിസം ബിസിനസ് ഹബ്ബാക്കി മാറ്റാനാണ് ശ്രമിക്കുന്നത്. അതിന് മേഖലയിൽ സമാധാനം അത്യാവശ്യമാണ്. 3, ഇറാനുമായിട്ടുള്ള ബന്ധം പുതുക്കൽ, അതായത് 2023 ബെയ്ജിംഗ് അക്കോർഡ്. ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് സൗദി വീണ്ടും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നു. തങ്ങളുടെ വ്യോമാതിർത്തി ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് നൽകില്ല എന്ന് സൗദി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ മറുവശത്ത് UAEയുടെ നിലപാടെന്ന് പറയുന്നത് സൗദിയിൽ നിന്ന് വ്യത്യസ്തമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിലെ ഭരണകൂടത്തെ നിഷ്ക്രിയമാക്കാൻ ശക്തമായ സൈനിക ആക്രമണം തന്നെ വേണമെന്ന് UAE ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് UAE കടുത്ത നിലപാട് സ്വീകരിക്കുന്നത്? പ്രോക്സി ഗ്രൂപ്പുകളുടെ ഭീഷണിയാണ് ഒന്നാമത്തെ കാരണം. ഹൂതികൾ, ഹിസ്ബുള്ള തുടങ്ങിയ സായുധ സംഘങ്ങൾക്ക് ഇറാൻ നൽകുന്ന ആ ഒരു പിന്തുണ പൂർണ്ണമായും അവസാനിപ്പിക്കണം. 2, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലെ സുരക്ഷ. UAEയുടെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ ഇറാൻ നടത്തുന്ന തടസ്സങ്ങൾ UAE സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അടുത്ത ചർച്ചകളിലെ അവിശ്വാസമാണ്. വെറുതെ കരാറുകൾ ഒപ്പിട്ടത് കൊണ്ട് ഇറാന്റെ ആണവ പദ്ധതികളോ പ്രാദേശിക സ്വാധീനമോ നിൽക്കില്ലെന്നും അതുപോലെ സൈനിക സമ്മർദ്ദം കൊണ്ട് മാത്രമേ ഇറാന്റെ മനോഭാവത്തിൽ മാറ്റം വരൂ എന്നുമാണ് UAEയുടെ വിലയിരുത്തൽ. ഇനി ഏറ്റവും പുതിയ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ, ആക്രമണത്തിൽ നിന്ന് ട്രംപ് പിന്മാറാൻ കാരണം സൗദിയുടെയും ഖത്തറിന്റെയും ഒമാന്റെയും ഒക്കെ കൂട്ടായ സമ്മർദ്ദമാണ്. എയർഫോഴ്സ് 1-ൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്, നമ്മൾ ആക്രമണം നടത്തുന്നതിനേക്കാൾ നല്ലത് ഒരു കരാറിൽ എത്തുന്നതാണ് എന്ന് ഗൾഫ് നേതാക്കൾ പറഞ്ഞു. ആക്രമണങ്ങൾ എവിടേക്കാണ് നയിക്കുക എന്ന് പറയാൻ കഴിയില്ല. നിലവിൽ ജനീവ കേന്ദ്രീകരിച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ നയതന്ത്ര ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആണവ കരാർ, ഡീന്യൂക്ലിയറൈസേഷൻ, അതായത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം തടയുക. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലോക എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഈ ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക. എണ്ണ വിലയിൽ പെട്ടെന്ന് $4 ഇടിവാണ് ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ രേഖപ്പെടുത്തിയത്. പക്ഷേ കാര്യങ്ങൾ അത്ര ഈസി അല്ല. ഇറാൻ വാർത്താ ഏജൻസിയായ മെയർ വെളിപ്പെടുത്തിയത് അനുസരിച്ച് അമേരിക്കയുടെ വാദങ്ങളിൽ ചിലത് വസ്തുതാവിരുദ്ധമാണ്. ചർച്ചകൾ പരാജയപ്പെട്ടാൽ തങ്ങൾ വീണ്ടും സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു. സൗദിയും UAEയും തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ വ്യത്യാസം GCC കൂട്ടായ്മയിൽ ഭാവിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാം. സമാധാനത്തിന്റെ വഴിയെ സൗദി പോകുമ്പോൾ കൂടുതൽ സുരക്ഷാ ഗ്യാരണ്ടികൾക്കായിട്ട് UAE വാഷിംഗ്ടണിൽ സമ്മർദ്ദം ചെലുത്തി. ചുരുക്കി പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയം മുൻപെങ്ങുമില്ലാത്ത വിധം സങ്കീർണമായ സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അമേരിക്കയുടെ പിന്മാറ്റവും ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലും മേഖലയിൽ താൽക്കാലിക ഒരു ശാന്തത നൽകിയിട്ടുണ്ടെങ്കിലും സമഗ്രമായിട്ടുള്ള കരാറിലെത്താൻ സാധിച്ചില്ല എങ്കിൽ യുദ്ധമേഘങ്ങൾ വീണ്ടും ഉരുണ്ടുകൂടാം. ഒരിക്കൽ ഇറാനെതിരെ ഒരേ ശബ്ദത്തിൽ സംസാരിച്ച ഗൾഫ് ഇന്ന് 2 ഭാഷകളിലാണ് സംസാരിക്കുന്നത്. റിയാദ് പറയുന്നു സമാധാനം രക്ഷിക്കാം. അബുദാബി കൂടുതൽ കഠിനമായ സുരക്ഷാ സമീപനം വേണമെന്ന് സൂചിപ്പിക്കുന്നു. വാഷിംഗ്ടൺ ഈ 2 സന്ദേശങ്ങൾക്കിടയിൽ ബാലൻസ് കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന്റെ ഭാവി ഇനി ബോംബ്സ് തീരുമാനിക്കുമോ അതോ ഈ ഒരു ഡിസ്കഷൻസ് ആണോ തീരുമാനിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരമാകുന്നത് അടുത്ത ഏതാനും ദിവസങ്ങളായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.